നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പറ്റിയൊരു മാസമാണ്. കാരണം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 1-ാം തീയതി സൂര്യനും അതേപോലെ തന്നെ ബുധനും മകരം രാശിയിലേക്കാണ് മാറുന്നത്. 5-ാം തീയതി ചൊവ്വ മകരത്തിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ 11-ാം തീയതി ശുക്രൻ മകരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പം ചൊവ്വ മകരം രാശിയിലേക്ക് മാറുമ്പോൾ അത് ചന്ദ്ര ലഗ്നാധിപതിയായിട്ട് ഉച്ചബലവാനായിട്ട് മാറുമ്പോൾ ലഗ്നാധിപതിക്ക് ബലം വർദ്ധിക്കും. അവിടെ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്താണ് ചൊവ്വ നിൽക്കുന്നത്. അത് കർമ്മസ്ഥാനമായത് കാരണം കൊണ്ട് തന്നെ ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷ് വിജയി നൃപവല്ലഭശ എന്ന് പറയുന്ന യോഗം അവിടെ വരും. അപ്പോൾ തൊഴിലിൽ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് സാഹസപ്രവൃത്തി ചെയ്തും ധനം ആർജിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലുള്ളൊരു മാനസികാവസ്ഥയാണ് ഉണ്ടാകുക. അപ്പോൾ തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല തൊഴിൽ തന്നെ കിട്ടാനായിട്ട് യോഗമുണ്ട്. ഇനി ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ച് ലിസ്റ്റിലൊക്കെ പേര് വന്ന് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ നിയമനം കിട്ടാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം. കാരണം കർമാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്നത് ലാഭസ്ഥാനത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലഗ്നത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുണ്ടെങ്കിൽ പോലും വ്യാഴപ്രസാദം അനുകൂലമായിട്ടുള്ള രീതിയാണ് കാണുന്നത്. കാരണം ഭാഗ്യാധിപതിയാണ് ജന്മത്തിൽ നിൽക്കുന്നത്. എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. ബുധശുക്ര യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ ബുധശുക്ര യോഗം ഉള്ളത് കാരണം കൊണ്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക്, കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക്, IT ഫീൽഡിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക്, അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമാണ് കാണുന്നത്. അപ്പോൾ സ്ഥാനക്കയറ്റത്തിനും മാനേജിങ് പൊസിഷനിലേക്കും എത്തിച്ചേരാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. ബുധൻ ശുക്രൻ യോഗം മാത്രമല്ല, 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നത് കാരണം കൊണ്ടും വ്യാഴം 4-ാം ഭാവത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരുന്നത് കാരണം കൊണ്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള അതേ ഗുണങ്ങൾ തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ കർമ്മഗുണം അനുഭവിക്കാനും ഭവനസുഖം അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസമാണ്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ കർമാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ കർമാധിപതിയോട് ചേർന്ന് വരുമ്പോൾ പരസ്പര ശത്രുക്കളായിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു ബന്ധം വരികയും കർമ്മസ്ഥാനത്ത് സഹായ സ്ഥാനാധിപതി ശത്രു സ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ, അവർ മുഖാന്തരം മാനസികമായിട്ടുള്ള ടെൻഷൻ, തൊഴിലിൽ കുറച്ച് പ്രഷർ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ 12-ലാണ് രാഹു നിൽക്കുന്നത്. അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ശത്രുസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷ പരിഹാരമായിക്കൊണ്ട് ഗണപതി ഹോമം നടത്തുന്നതും നാഗപൂജ ചെയ്യുന്നതും ദൈവാധീനം വർദ്ധിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിയിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും സാമ്പത്തികമായിരിക്കുന്ന നേട്ടം ഉണ്ടാകാനായിട്ടും ഏറ്റവും നല്ല ഇതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ 14-ാം തീയതിക്ക് ശേഷം കുറച്ച് അലസതയും ശ്രദ്ധക്കുറവും മടി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള, ഏകാഗ്രത കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഈ മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഭരണി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.